പ്രശാന്ത് ഏട്ടാ, ഈ റഷ്യ ഇടപെടുന്നു. അതായത് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഹമാസിനെ വിട്ടിട്ട് ഹിസ്ബുള്ളയിലേക്ക് ലെബനനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് തീർക്കാൻ അപ്പോൾ അമേരിക്ക ഇടപെട്ടു, മധ്യസ്ഥ വഹിക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. ഈജിപ്റ്റ് അതിനിടയ്ക്ക് ചില ചർച്ചകളും ധാരണകളും ഉണ്ടാക്കാൻ ശ്രമിച്ചു, കരാറുണ്ടാക്കാൻ ശ്രമിച്ചു, അതും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ റഷ്യ ഇടപെടുകയാണ്. എങ്ങനെയായിരിക്കും അതിൻ്റെ സ്ഥിതി? റഷ്യ ഇടപെട്ടതല്ല. റഷ്യ പറഞ്ഞേക്കുന്നത് ഹിസ്ബുള്ളയുടെ കൂടി ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞത്. ഇനി ആക്രമണം തുടർന്നാൽ ഇറാഖിനെ ആക്രമിക്കുകയോ ഹിസ്ബുള്ളയുടെ ആക്രമണം തുടർന്നാലോ അതിനകത്ത് യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. അതുപോലെ തന്നെ ആയുധങ്ങൾ കൊടുത്ത് അവരെ സഹായിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യ അപ്പം ഹിസ്ബുള്ളയോടൊപ്പം ചേരുകയാണ്. ഹിസ്ബുള്ളയോടൊപ്പം ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഷ്യക്ക് ഇപ്പം യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിൽക്കുന്നത് കൊണ്ട് റഷ്യ ഇടപെടുമോ ഇടപെടത്തില്ലയോ എന്നുള്ള ഇതിനകത്തുള്ള ഒരു കാര്യത്തിൽ നിൽക്കുകയാണല്ലോ. പക്ഷെ ഈ രീതിയിൽ പോയാൽ റഷ്യയുടെ ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം അറിയാമല്ലോ. അതുപോലെ നാറ്റോ സഖ്യത്തിനെതിരായിട്ട് റഷ്യയുടെ ഒരു സഖ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഈ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത അമേരിക്ക വിരുദ്ധ രാജ്യങ്ങളുമായിട്ട് റഷ്യക്ക് ഒരു സഖ്യം ഉണ്ടല്ലോ. അതിനകത്ത് വരുന്നത് ഇറാൻ വരുന്നത്. അപ്പൊ ഇറാനും ഈ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ അല്ലെ ലെബനിലാണ് ഇപ്പം ഇന്നലെ ഇസ്രായേൽ പറഞ്ഞിട്ട് കരയുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലത്തെ രാത്രിയിലത്തെ ഒക്കെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 400 കേന്ദ്രങ്ങളിൽ രാത്രിയിൽ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പം വളരെ വലിയൊരു നാശനഷ്ടം. മാത്രവുമല്ല, പേജർ ആക്രമണത്തിന് ശേഷം ഇവർക്ക് പറ്റിയേക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം നഷ്ടപ്പെട്ടു. അതായത് കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു സൈന്യത്തിന് ഒരു വലിയ ഈ നമ്മൾ ഹമാസിനെ വെച്ച് നോക്കുമ്പോൾ ഹമാസിന്റെ ഏതാണ്ട് ഒരു 10 ഇരട്ടി വലിപ്പമുള്ള വലിയ ആ രാജ്യത്തിനപ്പുറം സൈനിക വലിപ്പമുള്ള സംഘടനയാണ് ഈ ലെബനൻ. അപ്പം വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവരവകാശപ്പെട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ സംവിധാനങ്ങളെല്ലാം പൊളിഞ്ഞു. എന്ത് സംവിധാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പം അവർക്ക് പേജർ പൊട്ടിത്തെറിക്കുന്നു, കിട്ടോക്ക് പൊട്ടിത്തെറിക്കുന്നു. മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ആളപായമുണ്ട്. ഇത് അവർ വെളിവിടുന്നില്ലെന്നേ ഉള്ളൂ. കാരണം സംഖ്യ വെളിവിടുന്നില്ല. ആശുപത്രികളിൽ ഇവരെ ക്യാരി ചെയ്യാൻ പറ്റാത്തോളം ആശുപത്രികൾ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെന്നേക്കുന്ന ഈ കാഷ്വാലിറ്റി ഒക്കെ വളരെ ഭീകരമാണ്. കൈകൾ പോയത്, കണ്ണു പോയത്. കാരണം സ്ഫോടനം നിസ്സാരമല്ല. വാക്കിട്ടോക്കിയുടെ സ്ഫോടനം ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഗാംഭീര്യം കൂടിയതായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത്. ഇപ്പം നേരത്തെ ഇറാൻ അന്ന് തൊട്ട് യുദ്ധം ചെയ്യും എന്ന് പറയുന്നുണ്ട്. കാരണം ഇല്ലേ ഈ ഹമാസിന്റെ ആളിനെ അവിടെ വെച്ച് കൊണ്ടല്ലോ. ഇപ്പൊ യുദ്ധം ചെയ്യണം എന്നുണ്ട്. ഇറാൻ അതിനുള്ള കരുത്തില്ലെന്ന് ഇറാൻ അറിയാം. കാരണം ഇറാൻ യുദ്ധം തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ പറയുന്ന സമയത്ത് യുദ്ധത്തിന് തയ്യാറായിട്ട് അമേരിക്ക നിൽക്കുക. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇവർക്ക് ആകെപ്പാടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സപ്പോർട്ടാണ്. പക്ഷെ റഷ്യയുടെ സപ്പോർട്ട് വന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഭയാനകമായ കാര്യങ്ങൾ. കാരണം ഈ യുദ്ധത്തിന്റെ രീതി മാറും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നാറ്റോ സഖ്യങ്ങൾ നേരത്തെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞതാണ്. റഷ്യയുമായിട്ട് യുക്രൈൻ, അതായത് നാറ്റോ സഖ്യവും ഒരു വശത്ത്, റഷ്യ ഒരു വശത്ത്. ഇതൊരു മൂന്നാം ലോകമയുദ്ധത്തിന് അരികിലേക്ക് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്, അരികിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം റഷ്യ ഇതിനകത്ത് ഇടപെടുമോ ഇടപെടത്തില്ലയോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ റഷ്യ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ രീതിയിൽ പോയാൽ അനുവദിക്കാനൊക്കത്തില്ല. യുക്രൈന് വേണ്ടി ലെബനന് വേണ്ടി ആയുധങ്ങൾ കൊടുക്കും, അതുപോലെ അവരുടെ കൂടെ യുദ്ധം ചെയ്യാനും റഷ്യ തയ്യാറാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ യുദ്ധം വളരെ വ്യത്യസ്തമായുള്ള രീതിയിലേക്ക് പോകും. മൂന്നാം ലോകമായ യുദ്ധം തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഉത്തര കൊറിയ ഇറാഖും ഒക്കെ ഈ അമേരിക്ക എപ്പോൾ ആക്രമിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുക. ഈ യുക്രൈനെ ഉപയോഗിച്ച പോലെ റഷ്യക്ക് പറഞ്ഞാൽ മതി, ഉത്തര കൊറിയ എടുത്ത് പറഞ്ഞാൽ അമേരിക്ക ആക്രമിക്കും. അവനിങ്ങനെ ഈ അമേരിക്കയുടെ നേരെ വെച്ചേക്കുവാ മിസൈൽ. അവന് പ്രാന്തനല്ലേ. അവനൊന്നും ഈ പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ അവിടെ ഈ പട്ടിണിയൊന്നും ചോദിച്ചാൽ പട്ടിണിയാണുള്ളത്. പിന്നെ രാജ്യത്തിന്റെ ഒന്നുമില്ലല്ലോ. ഈ തലയ്ക്കകത്ത് അല്ലെങ്കിൽ രാജ്യം നാളെ കാലത്തെ വികസിക്കണമെന്നോ അല്ലെ രാജ്യത്തിലെ ആൾക്കാരുടെ പുരോഗതിയൊന്നും അല്ല. പുള്ളിയുടെ കാര്യം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു സൈക്കോ ടീമാണ്. അപ്പം അതിനെ വെച്ചിട്ട് ഇങ്ങോട്ട് റെഡി അടിച്ചാൽ ഈ നമ്മളീ പറയുന്നത് പോലല്ല. ഇപ്പം ഈ അലാസ്ക എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയുടെ ഒരു സ്ഥലമുണ്ട്, അലാസ്ക. അറിയാമല്ലോ, ഇന്ത്യയുടെ പകുതി വരും. ഇത് ഏറ്റവും കൂടുതൽ ഭൂപ്രകൃതിയാ സമ്പുഷ്ടം. കാരണം പെട്രോളിയം ഉണ്ട്, ബാക്കി ഈ ഇരുമ്പ്, അയിര്, സ്വർണ്ണം, മറ്റും. ഇത് 1700 ആ കാലയളവിൽ ഇവർ കാശ് കൊടുത്ത് മേടിച്ച. ഇത് റഷ്യയുടെ അടുത്താണ് കിടക്കുന്നത്. റഷ്യ ഇപ്പം ഉള്ള ഈ അലാസ്ക പിടിക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ നാഷണലിസ്റ്റുകൾ എന്നോട്ടെ നിൽക്കുക. പിടിക്കണം എന്ന് പറഞ്ഞാൽ അവർ ന്യായമായിട്ട് അമേരിക്ക മേടിച്ചാണെങ്കിൽ പോലും ഇത് വലിയ സംസ്ഥാനമാണ്. ഇത് അമേരിക്കയിൽ നിന്ന് വളരെ ദൂരത്തിലാണ് കിടക്കുന്നത്. മനസ്സിലായില്ല? റഷ്യക്ക് അടുത്താണ് കിടക്കുന്നത്. റഷ്യ ഈ യുക്രൈനായിട്ടുള്ള യുദ്ധം
കയറി അങ്ങോട്ട് മൂർച്ഛിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അങ്ങോട്ട് അടുക്കാൻ തുടങ്ങി. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു തലവൻ. അമേരിക്ക കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് 150 സൈനികരെയൊക്കെ ഇട്ട് കുറേ വിമാനങ്ങളൊക്കെ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട്. അതായത് അലാസ്ക കയറി പിടിച്ചാൽ അമേരിക്കയ്ക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടിച്ചാൽ അവർക്ക് വലിയ നഷ്ടമാണ്. എന്നാൽ അമേരിക്കയുടെ പ്രദേശങ്ങളിൽ നിന്ന് മാറിയാണ്. മാത്രവുമല്ല, ഒരു യുദ്ധമൊന്നും അമേരിക്കയ്ക്ക് ചെയ്ത് പരിചയമില്ല. റഷ്യക്ക് നല്ല പരിചയമുണ്ട്. അമേരിക്ക യുദ്ധം ചെയ്തിട്ടുള്ളതോ? അമേരിക്ക യുദ്ധം ചെയ്തിട്ടുള്ള പണ്ട് ആദ്യകാലത്തെ 1-2 കൊച്ചു യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള യുദ്ധം റഷ്യയുടെ അത്രയും പരിചയമുണ്ടോ? യുദ്ധം അല്ല, ഇവര് ശീതയുദ്ധം എന്ന് പറഞ്ഞ റഷ്യ അമേരിക്ക ഏത് കാലഘട്ടം? സോവിയറ്റ് യൂണിയനുള്ള കാലഘട്ടം. സോവിയറ്റ് ഏത് കാലഘട്ടം യുദ്ധം ചെയ്ത് ഒരു 100 കൊല്ലം മുമ്പുള്ള വിയറ്റ്നാമിൽ യുദ്ധം. അല്ല ഈ ലോകമെമ്പാടും യുദ്ധം, 100 കൊല്ലം ഇറാഖുമായി യുദ്ധം ചെയ്തു. 100 ഞാൻ ചോദിച്ചിട്ട് 100 കൊല്ലം മുമ്പുള്ള ഇപ്പം നിലവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക റഷ്യ. ഈ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവന് വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നവന് തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, എനിക്ക് ന്യായമായ ഒരു സംശയമുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇവര് ഇപ്പൊ ഈ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് അടുത്ത ഒരു പോർമുഖം തുറക്കും. അങ്ങനെ അഥവാ അങ്ങനെ അവർ തുറക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു നിബന്ധന, റഷ്യ ഇടപെട്ട് തുടങ്ങുമ്പോൾ എന്തായാലും അത് സമവായത്തിലെത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവും. കാരണം കരുത്തനായ ഒരാൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമല്ലോ ഇത്. അപ്പോൾ ഇവർ വെക്കുന്ന ഡിമാൻഡ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം നിർത്താനുള്ള കരാറുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണെങ്കിലോ? ഇല്ല, അതിനു വേണ്ടിയിട്ടാണെങ്കിലോ എന്നുള്ളതല്ല. ഇപ്പം ഇതിനകത്ത് ഇടപെടാൻ പറ്റാത്തതിന്റെ കാരണം ജോൺ പറഞ്ഞു തന്നെ. ഇപ്പൊ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റഷ്യ പോലുള്ള രാജ്യം ആയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ അക്രമം തുടങ്ങുകയാണെങ്കിൽ റഷ്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ, ഇപ്പോൾ ഇറാന് വളരെ കാലം മുമ്പേ ഈ അവിടെ വെച്ച് ഹമാസിന്റെ മേധാവിയെ കൊന്നപ്പോൾ തൊട്ടേ ഇറാൻ അസ്വസ്ഥനാണല്ലോ. ഇറാന് തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. ഇറാന്റെ തിരിച്ചടിക്കേണ്ട എന്ന് ഇറാന് വേണ്ടപ്പെട്ട രാജ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായത് കൊണ്ടായിരിക്കും. മാത്രമല്ല, തിരിച്ചടിച്ചാൽ അമേരിക്ക ഇറാനെ തിരുകാൻ നിൽക്കുകയാണ്. മാത്രമല്ല, ഇറാനെ തിരിച്ചടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല. പക്ഷേ അത് ഇറാൻ ഉറ്റുനോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സപ്പോർട്ട്. അത് റഷ്യ വന്നു കഴിഞ്ഞാൽ ഇറാൻ രക്ഷപ്പെട്ടു. ഇറാൻ ഈ പറഞ്ഞതുപോലെ വേറെ സൈസ് സാധനമാണല്ലോ. ഈ എടോമലവും രാജ്യത്തിന്റെ വിഷയമല്ല. ഈ വേറെ ചില ഈ നീറിന്റെ സ്വഭാവമുള്ള ആൾക്കാരാണ്. അപ്പൊ യുദ്ധം ചെയ്യാൻ പറ്റും. അപ്പൊ ആ യുദ്ധം വന്നു കഴിയുമ്പോഴത്തേനെ ഈ രാജ്യങ്ങൾ തമ്മിൽ രണ്ട് ചേരിയാവും ജോൺ. അന്നേരത്തേക്ക് ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. റഷ്യ ഇടപെടുമ്പോഴത്തേനെ നമ്മൾ ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ആയാലും അമേരിക്കയുടെ ആയാലും, ഇസ്രായേൽ യുദ്ധം ചെയ്യും, അത് വേറെ കാര്യം, ഇസ്രായേലിന്റെ ശൈലി അതാണ്. പക്ഷെ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ഇപ്പൊ തന്നെ ചൈന, ഈ നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ ഈ റഷ്യ ഉൾപ്പെടെയുള്ള ഈ ഡോളറിനെതിരെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുക. മാത്രവുമല്ല, അമേരിക്കയിൽ ഇപ്പം റഷ്യ കയറി അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പത്രങ്ങൾ തന്നെ പ്രചരണം നടക്കുന്നതനുസരിച്ച് ഡോളറിന്റെയൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഷെയറിന്റെയൊക്കെ വാല്യൂ കുറഞ്ഞോണ്ടിരിക്കുക. അമേരിക്ക നല്ല പ്രതിസന്ധിയില്ല. മാത്രവുമല്ല, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് അത് അത്രങ്ങ് വിശ്വസിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. അവര് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമാണ്. അവര് ഈ യുദ്ധത്തിന്റെ യുദ്ധം അല്ലെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കണമെന്നൊന്നും ഇല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നം ഉണ്ടാവും. അമേരിക്ക അകത്തല്ല, അത് സേഫ് അല്ല യുദ്ധം. അവര് ഇവരുടെ കൂടെ നിൽക്കും. ഈ ലെബനന്റെ കൂടെയും ഇറാഖിന്റെ കൂടെയും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ ആ ഒരു മാനസികാവസ്ഥ ഉള്ളവരാണല്ലോ ഇപ്പം ഈ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ. ആ ഒരു മാനസികാവസ്ഥ ഉള്ളവരാ. പക്ഷെ അമേരിക്കയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിനകത്ത് വരുമ്പോൾ ഇത് രണ്ടും വരുന്നുണ്ട്. അപ്പൊ അമേരിക്ക പ്രതിസന്ധിയിലാവും. എന്ന് പറഞ്ഞാൽ അമേരിക്ക സാമ്പത്തികമായിട്ട് തകരും. സാമ്പത്തികമായിട്ട് ഇപ്പൊ തന്നെ അമേരിക്ക സാമ്പത്തിക തകർച്ച ഉണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ടല്ലോ. സാമ്പത്തികമായിട്ട് തകർന്നാൽ ഇസ്രായേലിനെ ബാധിക്കത്തില്ലേ? അപ്പൊ റഷ്യ കയറി ഇടപെടുമോ എന്ന് ചോദിച്ചാൽ റഷ്യക്ക് ഇടപെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷെ റഷ്യക്ക് വേണേൽ ഇടപെടാം. അങ്ങനെ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വളരെ രൂക്ഷമാവുന്നേ പറയും. അപ്പോൾ റഷ്യ ഈ നമ്മളീ പറഞ്ഞതുപോലല്ല, യുദ്ധം ചെയ്ത് കരുത്തുള്ള രാജ്യം, യുദ്ധം ചെയ്ത് ഇപ്പൊ ശീലമുള്ള രാജ്യം. യുദ്ധം ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരിടത്തൂടെ വ്യാപിപ്പിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ആ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് വ്യാപിപ്പിച്ചാൽ എന്ത് ചെയ്യും? മാത്രമല്ല, ഈ റഷ്യയുടെ ഇരിക്കുന്ന ആയുധങ്ങൾ എത്ര വലുതാണ്. ഈ നമ്മളീ പറയുമ്പോൾ നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ഇപ്പൊ കഴിഞ്ഞ യുക്രൈനിൽ യുദ്ധം നടന്ന സമയത്ത് ഈ നാറ്റോ രാജ്യങ്ങൾ കൊടുത്ത ഈ മറ്റേ ട്രങ്ക് ഈ ഇതൊക്കെ ഉണ്ടല്ലോ, മിസൈലുകളും ട്രങ്കുകളൊക്കെ നിന്ന് കത്തിയ ഓർമ്മയുണ്ടോ റഷ്യയുടെ ആയുധത്തിന് മുമ്പിൽ? അപ്പൊ അതിന്റെ ശക്തി എത്രയാണ്? മാത്രമല്ല, റഷ്യയുടെ ഈ എത്തരത്തിലുള്ള ആയുധങ്ങൾ, ഏതെല്ലാം സൈസ് ആയുധങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? മിസൈലുകൾ ഭയങ്കരമാണ്. എണ്ണം അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പൊ ആ രീതിയിൽ അതുപോലെ അയൺഡോം സംവിധാനം, ഈ ഒക്ടോബർ 7 അയൺഡോം സംവിധാനം എങ്ങനെയാണ് ബ്ലോക്കായത്? ഇസ്രായേലിന്റെ. മാത്രമല്ല, അയൺഡോം സംവിധാനത്തെ പ്രതിരോധിക്കുന്ന ഈ സംവിധാനങ്ങൾ ലെബനിലും ഇറാഖിലും കൊടുക്കുമെന്ന് റഷ്യ പറയുന്നുണ്ട്. അത് റഷ്യ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. റഷ്യയുടെ ഇരിക്കുന്ന ടെക്നോളജി ഭയങ്കര ഭീകരമാണ്.
അപ്പം അതെ. പിന്നെ ഇതൊക്കെ പറയുമ്പോഴും അമേരിക്കയ്ക്കാ പേടി, ഇസ്രായേൽ പേടിക്കുന്നത്. ഇസ്രായേൽ പേടിച്ചൊരു പാരമ്പര്യം, പേടിക്കേണ്ട കാര്യം അവർ പേടിയില്ല അവർക്ക് യുദ്ധം. അവർക്ക് ഒരു ടൂർ പോകുന്ന പോലെ ഭയങ്കര ഉല്ലാസമായിരുന്നു. അവർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലെബനെ ആക്രമിക്കും. ഈ ലെബനെ ആക്രമിച്ചു തുടങ്ങി. നമ്മളിപ്പോ അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പേജർ സംവിധാനത്തിൽ കൂടി യുദ്ധം നടന്നപ്പോൾ പ്രധാനമായിട്ടും ഈ നമ്മുടെ ഇസ്രായേൽ ചെയ്ത അല്ലെങ്കിൽ മൊസാദ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഭീകരാന്ന് പറയുമ്പോഴും ഇത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ലോകത്തിന്റെ തുർക്കി വരെ ഇരുന്നവൻ പൊട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ആരൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നു അവനെല്ലാം ഇവനുമായിട്ട് സപ്പോർട്ടുള്ളതാണല്ലോ, അതെല്ലാം അറിയാൻ പറ്റി. ഈ പേജർ ആരുടെ കയ്യിലിരുന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റി. ആരൊക്കെ എവിടെയൊക്കെ ഇരുന്നപ്പോൾ എവിടെയൊക്കെ ഇതിന്റെ ബന്ധങ്ങളുണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റി. രണ്ടാമത് ഇറാഖ് ഇടപെടുന്നില്ല എന്ന് ഇറാഖിന്റെ അംബാസഡറിന്റെ കണ്ണുകൂട്ടി പോയല്ലോ. അവനെ തിരിച്ചിപ്പോ ഇറാഖെ കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറാഖിന്റെ നടപടിയിൽ മനസ്സിലായല്ലോ, ഇറാന്റെ അത് കൃത്യത വരുത്താൻ വേണ്ടി ഒരുപക്ഷെ ഇസ്രായേലിന് അത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേൽ ലോകത്തുടനീളമുള്ള അല്ലെങ്കിൽ ഈ മൊസാദിന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ കടന്നുകയറ്റം അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം ഇടയിൽ മൊസാദ് ഉണ്ട്. ഇപ്പൊ പുതിയൊരു വാർത്തയൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നെന്ന് പറഞ്ഞിട്ട് പുതിയ വാർത്തയൊന്നുമില്ല. പണ്ട് തൊട്ടേ ഓപ്പറേഷൻസ് മൊത്തം നടത്തുന്നത് അങ്ങനെയാണ്. ഓപ്പറേഷൻസ് അങ്ങനെ നടത്താൻ പറ്റത്തുള്ളൂ. മൊസാദിന്റെ അല്ല നമ്മുടെ സംവിധാനവും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ല. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഈ മൊസാദ് നടത്തിയ ഈ ഓപ്പറേഷനിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ. ഇനി എവിടം വരെ വരുമെന്നറിയത്തില്ല. ഏതൊക്കെ സിസ്റ്റംസ് അവരുടെ കൈക്കലാക്കി അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നിറച്ചിട്ടുണ്ടോ, ഏതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് ഇനി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഒക്കെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ മാത്രമല്ല ലോകത്ത് ഉടനീളമുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ മൊത്തം വരണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശ്രയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ സമീപിച്ചുമാണ് കൃത്യമായിട്ടും ഈ ലെബനും ഇറാനും ഒക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇടപെടുമെന്ന് പറയാം. ഇടപെടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇടപെട്ടാൽ ആ യുദ്ധം വേറെ തലത്തിലേക്ക് പോകും. അത് പക്ഷേ രാജ്യങ്ങൾ നിന്നു കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഒരു ലോകമായ യുദ്ധമൊന്നും ഇനിയും താങ്ങാൻ പറ്റത്തില്ലെന്നുള്ളതല്ല. ലോകം മൊത്തം പഴയ അവസ്ഥയിൽ എത്ര പുറകോട്ട് പോകും. അപ്പോൾ അതിന് നിന്നു കൊടുക്കുമെന്ന് പോകുന്നില്ല. ഏതായാലും റഷ്യ ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാൽ ചേരിതിരിഞ്ഞുള്ള യുദ്ധവും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും അത് പോകും. റഷ്യ ഇടപെട്ടാൽ യുദ്ധം ഇപ്പം കളിക്കുന്ന കളിയിൽ നിൽക്കത്തില്ല. അത് ഏതൊക്കെ രീതിയിലേക്ക് മാറും, ഒരു മഹായുദ്ധമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം റഷ്യയെ കുറച്ച് കാണാനൊക്കത്തില്ല. അത് അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. ലോകത്ത് ഏകമായിട്ട് അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യം റഷ്യ മാത്രമേ ഉള്ളൂ. റഷ്യക്ക് ഈ പറഞ്ഞതുപോലെ അമേരിക്ക എന്നൊരു കാര്യമില്ല. അതാണ് റഷ്യ ഇടപെട്ടാലുള്ള വിഷയം.